ഒത്തിരി വർഷങ്ങളായി നീ പ്രാർത്ഥിച്ച് തള്ളിയ ചില വിഷയത്തിൽ നിന്ന് നിന്നെ ദൈവം രക്ഷിക്കാൻ പോവുക. നടക്കത്തില്ലെന്ന് ലോകമെല്ലാം മുദ്ര കുത്തിയ ചില വിഷയത്തിനകത്ത് ഇതാ യേശു ഇറങ്ങുക. മനസ്സിൽ പറഞ്ഞ ദൈവം ഒരുങ്ങിയിരിക്കുന്നു. എൻ്റെ കാര്യത്തിൽ ദൈവം ഒരുങ്ങിയിരിക്കുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ദൈവം ഒരുങ്ങി നിൽക്കുന്നു. എൻ്റെ തലമുറയുടെ കാര്യത്തിൽ ദൈവം ഒരുങ്ങിയിരിക്കുന്നു. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഒരു ഉറപ്പ് തരിക, ദൈവം നിന്റെ കാര്യത്തിൽ ഒരുങ്ങിയിരിക്കുക. ഞാൻ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദൂതാ പറയുന്നേ. മനുഷ്യകരങ്ങൾക്ക് ഇറങ്ങാൻ പ്രവർത്തിക്കാത്ത സ്ഥലത്ത് ഇതാ ദൈവത്തിന്റെ കൈ ഇറങ്ങുക. ആരുടെയൊക്കെയോ ചില സാമ്പത്തിക വിഷയത്തിനകത്ത് ദൈവം ഒരുങ്ങി നിൽക്കുക. ചില കുടുംബജീവിതത്തിനകത്ത് ദൈവം പ്രവർത്തിക്കാൻ ഒരുങ്ങിയിരിക്കുക. വിശ്വാസമുണ്ടോ? ആ പദം എൻ്റെ നാമി മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കാൻ യേശു ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലായില്ലേ? നമ്മൾ തകരാൻ പോകുമല്ല, ദൈവം വിടുവിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു, രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. ചൂടകരമായിട്ട് ദൂതിലോട്ട് വരാം. അവൻ നിന്റെ മധ്യമുണ്ട്. അടുത്ത തീർന്നില്ല, അവൻ രക്ഷിപ്പാൻ നിന്റെ കൂടെയുണ്ട്. എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരുടെ ഇരുത്തുവാൻ കഴിയുന്ന ദൈവം ചിലർ ആശ്ചര്യത്തോടെ നിന്നെ നോക്കാൻ പോവുക, അത്ഭുതത്തോടെ നിന്നെ നോക്കാൻ പോവുക. ഇതെങ്ങനെ സംഭവിച്ചു എന്ന ആശ്ചര്യത്തോടെ ചിലർ നോക്കത്തക്കവണ്ണം യേശു നിന്റെ കാര്യത്തിൽ ഒരുങ്ങിയിരിക്കുന്നു. ഒരു വീട്ടിൽ നടക്കാത്ത കാര്യം നിന്റെ വീട്ടിൽ നടക്കാൻ പോവുക. ഇനി ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ വീടിനകത്ത് ദൈവം കയറുകയാ. ചെലന്തി വലകെട്ടി പിടിക്കുന്നത് പോലെ നിന്റെ കൂടാരത്തിനകത്ത് ശത്രു വിട്ട എല്ലാ തടസ്സങ്ങളെയും എൻ്റെ ദൈവം നിന്റെ വീട്ടിൽ നിന്ന് ചുരുട്ടി മാറ്റി. ദൈവം ഒരുങ്ങിയിരിക്കുന്നു. യെസ്.